ഈ ജുമുഅയിൽ പങ്കെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടും മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ മനോധൈര്യവും സൽക്കർമ്മങ്ങളുടെ മുഴുവൻ പ്രതിഫലവും മാരകമായ രോഗങ്ങളിൽ നിന്നുള്ള ശിഫയും എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കും. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യത്തിലും സന്ദർഭത്തിലുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നാം പല കാര്യങ്ങളെ സംബന്ധിച്ചും അതിജീവിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ആശങ്കകൾ ഉളവാക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ ആ ആശങ്കകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ അല്പം സമാധാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അൽഹംദുലില്ലാഹ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ആജ്ഞകൾക്ക് കൽപ്പനകൾക്ക് വിധേയരായിക്കൊണ്ട് ജീവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഭൗതികമായ ലോകത്ത് ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും ഏറ്റുവാങ്ങിയവരും ഏറ്റുവാങ്ങേണ്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും. പരാജയം സംഭവിച്ചാൽ മാനസികമായ പ്രയാസം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ ഒരുപാട് സന്തോഷം ലഭിക്കുമ്പോൾ, ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഒരുപാട് ആഹ്ലാദം ലഭിക്കുക എന്നുള്ളതും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യേകതയാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്ന വിജയത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ അറിയേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. നമുക്കറിയാം, ഈ ലോകത്ത് വിജയിക്കുവാൻ സാധിക്കുന്നവരും അതേപോലെ തന്നെ പല മേഖലകളിലും പരാജയം നേരിടുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിലെല്ലാം ഒരു അതിജീവനം സ്വാഭാവികമായും മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സാധിച്ചു എന്ന് വരും. എന്നാൽ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായ പരലോക വിജയം അത് പരാജയപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും വിജയം വരിക്കുക എന്നത് സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ആ ഒരു വിജയത്തെ കുറിച്ച് 3 രൂപത്തിലാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഫൗസുൽ അമീൻ, മറ്റൊന്ന് ഫൗസുൽ മുബീൻ, മറ്റൊന്ന് ഫൗസുൽ കബീർ. മൂന്നും ഒരേ ആശയത്തിലാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഫൗസുൽ അമീൻ എന്ന് പറഞ്ഞാൽ മഹത്തായ വിജയം, ഫൗസുൽ മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിജയം, ഫൗസുൽ കബീർ എന്ന് പറഞ്ഞാൽ വലിയ വിജയം. ഈ നിലക്കാണ് വിശുദ്ധ ഖുർആൻ പരലോക വിജയത്തെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ആ ഒരു ഫൗസുൽ അമീനിലേക്ക് സൂചന നൽകുന്ന ഒരു വചനമാണ് ആമുഖമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി അധ്വാനിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, കടമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതിന് ആ ഒരു യഥാർത്ഥമായ മഹത്തായ വിജയത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നു, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവരെ സംബന്ധിച്ചിടത്തോളം താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തിലെത്തിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കുകയാണ്. നിബന്ധനയായി പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അവര് സ്വർഗ്ഗത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ നിത്യവാസികളായിരിക്കും എന്നാണ്. ഖാലിദീന ഫീഹാ, അവർ അതിൽ ശാശ്വതരായിരിക്കും. വലായികൽ ഫൗസുൽ അദീം, അതത്രേ മഹത്തായ വിജയം. ആ ഒരു മഹത്തായ വിജയം നേടിയെടുക്കുവാൻ വേണ്ടിയാണ് വിശ്വാസികളെ ഞാനും അധ്വാനിക്കുന്നത്. ഈ ഒരു ദുനിയാവിൽ ഏതൊരു സമയത്തും നമ്മെ നമ്മുടെ മരണം പിടികൂടി എന്നൊരു വിശ്വാസികളെ
ജീവിക്കാൻ പാടില്ല എന്നാണ്. ഈ ലോകത്ത് ജീവിച്ച ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിട്ടുണ്ടോ എങ്കിൽ അവൻ മരണത്തെ അനുഭവിക്കും, ആസ്വദിക്കും എന്നാണ്. നമുക്കൊക്കെ എപ്പോഴും സുപരിചിതമായ ഒരു വചനമാണ് സൂറത്തു ആൽ ഇംറാനിലെ 185-ാമത്തെ വചനം. ആ വചനത്തിലുള്ള എന്താ? കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, ഓരോ ആത്മാവും മരണത്തെ ആസ്വദിക്കുക തന്നെ ചെയ്യും. ഓരോ ദേഹവും ഓരോ ശരീരവും മരണത്തെ അനുഭവിക്കുക തന്നെ ചെയ്യുക. അല്ലാഹു നമ്മുടെ പള്ളിയിൽ കൂടിയിരുന്ന ഒരുപാട് ആളുകൾ, അല്ലെ ജുമുഅയിൽ അതുപോലെ തന്നെ ജമാഅത്തിൽ പങ്കെടുത്തിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ കൂടെയില്ല. പല ആളുകളുടെയും ജനാസ സംസ്കാരത്തിൽ പങ്കെടുത്തവരാണ് നമ്മൾ. നമസ്കാരത്തിൽ പങ്കെടുത്തു, ജനാസയുമായി ബന്ധപ്പെട്ട എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുവാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട്. അല്ലെ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ അയൽവാസികളോ ഈ മഹലിൽപ്പെട്ട ആളുകളോ എത്ര ആളുകളെ നമ്മളിൽ വിട പറഞ്ഞു പോയി. അതുപോലെ വിശ്വാസികളെ, നമ്മൾ ഒരു ദിവസം, ഒരു നേരം അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ആ ഒരു മരണത്തെ അനുഭവിക്കും, ആസ്വദിക്കുമെന്നാണ് വിശുദ്ധ പഠിപ്പിക്കുന്നത്. എന്നാൽ അവർക്കുള്ള പൂർണ്ണമായ പ്രതിഫലം അവർക്ക് ലഭിക്കപ്പെടുന്നത് ഖിയാമത്താണ്. നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ വെച്ച് നമ്മൾ ചെയ്യുന്ന നന്മകളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം നമുക്ക് ലഭിക്കുക നാളെ പാരത്രികമായ ലോകത്ത് വെച്ചാണ്. ഇവിടെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിച്ചു വരും. എന്നാൽ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് എവിടെ വെച്ചാണ്? ഖിയാമത്ത് വെച്ചാണ് എന്ന് അല്ലാഹു ഇന്നത്തെ ജീവിതത്തിൽ ആന്തരികമായി രക്ഷപ്പെടുത്തുന്നത് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ച ആളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ആ ഒരു വിജയമാണ് വിശ്വാസികളെ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങൾ അധ്വാനിക്കുന്നത്. ഇന്നത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ. ഐഹികമായ ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെയും ചതികളുടെയും വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു. അതുകൊണ്ട് ആ വഞ്ചനയിലും ചതിയിലും അത്തരം വിഭവങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരുമായി താക്കീത് ചെയ്യുകയാണ്. അതുകൊണ്ട് അവിടെ വിജയം വരിക്കാൻ, പാരത്രികമായ ലോകത്ത് വിജയം വരിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങൾ അധ്വാനിക്കണം. അതിനുവേണ്ടി പരിശ്രമിക്കണം. ഈ ഒരു ജുമുഅയിൽ പങ്കെടുത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് പറയാൻ നമുക്ക് ആർക്കും ഉറപ്പില്ല. നാളത്തെ ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ ജീവിച്ചിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഈ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളത് യാതൊരു സംശയവും നമുക്കില്ല. കാരണം യാതൊരു ഉറപ്പുമില്ല. ഏതൊരു സമയത്തും മരണം ആസ്വദിക്കേണ്ടവരാണ്. പല വിധത്തിലുള്ള പ്ലാനുകൾ നമുക്കുണ്ടാവും, പല പദ്ധതികളും ഉണ്ടാവും. ജുമുഅ കഴിഞ്ഞാൽ ചെയ്യേണ്ട ഓരോ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവും. നാളെ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലോ ചെയ്യേണ്ടതായ ഒരുപാട് പ്ലാനുകൾ നമുക്കുണ്ടാകും വിശ്വാസികളിൽ. പക്ഷേ അതെല്ലാം കൃത്യമായി നടന്നു എന്ന് വരുമോ? ഇല്ല. ഒരുപക്ഷെ നടന്നു എന്ന് വരും. പക്ഷേ അധിക കാര്യങ്ങളും ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ അയാൾക്ക് സാധിച്ചു എന്ന് വരില്ല. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് വരും. വിചാരിച്ച സമയത്ത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. ഇതിലുപരിയായിക്കൊണ്ട് ഒരുപക്ഷേ മരണം പിടികൂടി ഈ ദുനിയാവിൽ നിന്ന് പോകേണ്ടുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങുവാൻ, ആ മരണത്തിന് വേണ്ടി ഒരുങ്ങുവാൻ എത്ര ആളുകൾ രാത്രി ഭക്ഷണം കഴിച്ച് വലിയതാണ്, രാവിലെ വിളിച്ചപ്പോൾ ഉണരുന്നില്ല. മരണത്തോട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു. ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടായി. പിന്നെന്തായി? എല്ലാം ഈ ദുനിയാവിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ വിധിക്ക് ഉത്തരം നൽകേണ്ട സാഹചര്യം. ആളുകളുടെ മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നു വിശ്വാസികൾ. ഈ ഒരു ആഴ്ചയായിട്ട് ഒരുപാട് മരണങ്ങളാണ് നമ്മുടെ മേഖലകളിൽ, നമ്മുടെ ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരും വിചാരിച്ചില്ല. ഇന്ന സമയത്ത് ഇന്ന ആൾ മരിക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ കഥ എങ്ങനെ, അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. ഒരാളുടെയും സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ഒരിക്കലും ചിന്തിപ്പിക്കുകയും അയാൾക്ക് ഒരു നാഴിക പോലും, ഒരു സെക്കൻഡ് പോലും
സാധ്യമാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പൊ പരലോക വിജയത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ, പാരത്രികമായ ലോകത്തെ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ നമുക്കതിന് കഴിയും. നമ്മളതിന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കതിന് സാധിക്കും. പ്രധാനമായ തെളിവെന്താ? മാരകമായ ഒരു വൈറസിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ, പ്രയാസങ്ങളെ നേരിടേണ്ടി വന്നപ്പോൾ ഒരുപാട് നിബന്ധനകൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറായില്ലേ? മുൻകരുതലുകൾ സ്വീകരിക്കുവാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മൾ തയ്യാറായില്ലേ? നമ്മുടെ പള്ളികളിലും നമ്മുടെ മഹല്ലകളിലും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ മേഖലകളിലൊക്കെ കൃത്യമായി പാലിക്കുവാൻ നമ്മൾ തയ്യാറായില്ലേ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറക്കാതെ അവരെ വീടിന്റെ അകത്തളങ്ങളിൽ അല്ലെങ്കിൽ വീടിന്റെ ആ പ്രദേശങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തുന്ന സാഹചര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായില്ലേ? അങ്ങാടിയിലേക്ക് ആരും പ്രാവശ്യമൊക്കെ പോയിരുന്ന പല ആളുകളും അവർ പോക്ക് നിർത്തിയില്ലേ? സുഹൃത്തുക്കളെ, എന്ത് കാരണം? അവിടേക്ക് പോകുവാൻ പാടില്ല എന്നും അതേപോലെ തന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രയാസകരമായി തീരും, എനിക്ക് സ്വന്തമല്ല, എനിക്കും എന്റെ കുടുംബത്തിനും അത് പ്രയാസകരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുവാൻ നമ്മൾ തയ്യാറാണ്. സർക്കാരിന്റെ നിബന്ധനകൾ, മാനദണ്ഡങ്ങൾ പാലിക്കുവാൻ നമ്മൾ തയ്യാറായില്ലേ? എന്താണ് പ്രധാനമായ കാരണം? വിശ്വാസികളെ, നമ്മൾ ആലോചിക്കേണ്ടത് അവരെ ബോധ്യം നമുക്കുണ്ട്. എന്താണ് ബോധ്യം? അവര് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് പ്രയാസകരമാണ്, അത് നമ്മുടെ ജീവന് ഭീഷണിയാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറായി. അതുകൊണ്ട് തന്നെ അവര് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുവാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യും. വിശ്വാസികളെ, സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കേണ്ടത് എന്റെ ആ ഒരു ചിന്ത, ആ ഒരു ബോധം നമുക്ക് പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുനിയാവിൽ ജനിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ഭൂമി സത്യമാണ് എങ്കിൽ, പകലും രാത്രിയും സൂര്യനും ചന്ദ്രനും എല്ലാം സത്യമാണ് എങ്കിൽ, പരലോകം എന്നത് സത്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, അതിനുവേണ്ടി അധ്വാനിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിക്കുമ്പോൾ ആ ഒരു ബോധം മാത്രം എന്തുകൊണ്ട് നമ്മുടെ മനസ്സുകളിൽ കടന്നു വരുന്നില്ല? വിശുദ്ധ ഖുർആൻ ദൈഹികമായ ജീവിതത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നദികളുടെ വിഭവങ്ങളുടെ മാത്രമല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ വഞ്ചനകളുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ദൈഹികമായ ജീവിതത്തിന്റെ പ്രാധാന്യം കൊടുക്കുകയും പാരത്രികമായ ജീവിതത്തെ മതിമറന്നുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ല. ഈ ഫസ്ലുൽ കബീർ എന്നതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരിക്കുന്ന നമുക്ക് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? അമൽ സ്വാലിഹാത്തുകൾ നിങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കണം. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. തീർച്ചയായും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആൾ നാമത്തെ നിബന്ധനയെ പഠിപ്പിക്കുന്നത് യഥാർത്ഥമായ വിശ്വാസമുണ്ടായി. രണ്ടാമത്തേത് അമൽ സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യുവാൻ തയ്യാറാകണം. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഹും ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്ക് താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തോട് ഏതാണ് അതിനെക്കുറിച്ച് ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാലികൽ ഫൗസുൽ കബീർ, അതത്രേ വലിയ വിജയം, ഏറ്റവും വലിയ വിജയമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതേ പ്രയോഗം തന്നെയാണ് മറ്റൊരു ആയത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചിരിക്കുന്നത്. സൂറത്തു ജാസിയയിലൂടെ അമ്മല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വയുദ്ഖിലുഹു റബ്ബുഹും ഫീ റഹ്മതി, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം വയുദ്ഖിലുഹു ജന്നാത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. സ്വർഗ്ഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കും. എങ്ങനെ? ഫീ റഹ്മതി, തന്റെ കാരുണ്യത്തിന്റെ സ്വർഗ്ഗത്തോപ്പുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രവേശിപ്പിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം ദാലികൽ ഫൗസുൽ മുബീൻ, അതത്രേ വ്യക്തമായ വിജയം. ആ ഒരു വിജയം വരിക്കാൻ വേണ്ടിയാണ്, നേടിയെടുക്കുവാൻ വേണ്ടിയാണ് വിശ്വാസികളെ
ഇങ്ങനെ ആമുഖമായി ഓതിയ ചായത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായാൽ മഹത്തായ വിജയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഒന്നാമത്തെ നിബന്ധനയായിക്കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുക, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാൻ തയ്യാറാണ്. രണ്ടാമത്തേതോ റസൂലിന്റെ ചര്യകളെ അനുസരിക്കുവാൻ തയ്യാറാണ്. റസൂലിന്റെ ചര്യകളിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ഒരുപാട് മര്യാദകൾ അത് എത്രമാത്രം നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾ നോക്കിയാൽ ആലോചിച്ചു. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നത് മുതൽ ഈ ഒരു സമയം വരെ എത്ര നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിച്ചു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുവാൻ നമുക്ക് സാധിച്ചു. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുവാൻ വിശ്വാസികളെ നമുക്ക് സാധിച്ചു. ഇങ്ങനെ ഒരുപാട് നന്മകൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ചെല്ലേണ്ടുന്ന പ്രാവർത്തികമാക്കേണ്ടതായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ സൂര്യയുടെ ചര്യ നമുക്കുണ്ടാകുമ്പോൾ എത്രമാത്രം നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട് എന്നതിനെ കുറിച്ച് രണ്ടാമത്തെ വസ്തുത പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് റസൂലിന്റെ ചര്യകളെ ജീവിതത്തിലൂടെ പിൻപറ്റുവാൻ തയ്യാറാണ്. ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ വിജയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ നിലനിച്ച് കാണാൻ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെക്കുന്നതായ മര്യാദകൾ അത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമുക്ക് കാണുന്നതായ ബോധ്യപ്പെടുന്നതായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേത് വിജയം ലഭിക്കുവാനുള്ള അവർ മഹത്തായ വിജയം ലഭിക്കുവാനുള്ള മാർഗമായിക്കൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ സത്യസന്ധമായ വാക്കുകൾ പറയുക എന്ന് അത് ലഭിച്ചുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഏറ്റവും നല്ലതായ വാക്കുകൾ നിങ്ങൾ പറയുകയും അങ്ങനെ നിങ്ങൾ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങളെയും അവൻ പുറത്തു തരും. അങ്ങനെ നിങ്ങളുടെ അമലുകളെയും അവൻ നന്നാക്കി തീർക്കും. നമ്മൾ ചെയ്ത നന്മകളിൽ നമ്മൾ ചെയ്ത ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒരു പാഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതായ വാക്ക് പറയുന്നുണ്ട്, നല്ലതായ വാക്ക് പ്രവർത്തിക്കുന്നതിലൂടെയും നമ്മുടെ ആ പാപങ്ങളെയും ഒക്കെ നന്നാക്കി തീർക്കുകയും കർമ്മങ്ങളെ അവൻ നന്നാക്കി തീർക്കുകയും പാപങ്ങളെ മാറ്റി കളയുകയും അതേപോലെ തന്നെ കർമ്മങ്ങളെ അവൻ നന്നാക്കി തീർക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അറിയാതെയോ സംഭവിച്ച പാപങ്ങളെയും അവൻ പുറത്തു തരികയും ചെയ്യും. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യഥാർത്ഥമായ വിജയം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ മറ്റുള്ളവരെ ആക്ഷേപിച്ച് പറയുവാനോ അതേപോലെ തന്നെ ചീത്ത പറയുവാനോ ഒരിക്കലും പാടില്ല. അനായ ഒരു മുഅ്മിൻ എന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് ചെയ്യാം, ഒരിക്കലും വൃത്തികേട് പറയുകയും അതേപോലെ തന്നെ അശ്ലീലം അവൻ പറയുകയില്ല. രണ്ടും ചെയ്യാത്തവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് അപ്പോ ഒരിക്കലും അശ്ലീലം അവർ പറയില്ല, അതേപോലെ തന്നെ പ്രവർത്തിക്കില്ല, ഒരിക്കലും അവർ വൃത്തികേട് പറയുകയും ചെയ്യുകയില്ല. അപ്പൊ ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് അത് ചെയ്യാത്ത അത് പറയാത്ത ആളുകളാണെങ്കിൽ അവർ യഥാർത്ഥ മുഅ്മിനാണ് എന്ന് എന്റെ നാവ് കൊണ്ട് ഒരാളെ കുറിച്ച് മോശമായത് പറയാൻ, ഒരാളെ കുറിച്ച് മോശമായത് പറയാൻ, അധാർമികമായ ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല, ഒരു മോശമായ മെസ്സേജ് മറ്റുള്ളവർക്ക് അയക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഏത് നിലയ്ക്കുള്ള അക്രമങ്ങളും ഉപദ്രവങ്ങളും നടത്തുവാനും പാടില്ല. അങ്ങനെ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് യഥാർത്ഥ മുഅ്മിൻ എന്നാണ് തന്റെ സഹോദരനെ യാതൊരു നിരക്കും ബുദ്ധിമുട്ടിക്കുവാനോ പറയുവാനോ അതേപോലെ തന്നെ ആക്ഷേപിക്കുവാനോ ഒരിക്കലും. എന്താ കാരണം? ഒരു വാക്ക് പറയുന്നതിലൂടെ
അവന്റെ ഹൃദയത്തിൽ അത് മുറിവേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവന്റെ മരണം വരെ അവന്റെ മനസ്സിൽ അത് നിലനിൽക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം, ആരാണോ പറഞ്ഞത് ആ പറഞ്ഞ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നന്മകൾ ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇല്ലാതെയായി തീരുന്നു. നമ്മൾ ഒരിക്കലും തന്നെ നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അത് ഒരു നിലയ്ക്കും അത് പാടില്ല എന്നാണ് ഇസ്ലാം കൃത്യമായി ദൈവത്ത് പറയുക, അതേപോലെ തന്നെ നബീമത്ത് പറയുക, ദേശീയവും പരദൂഷണവും പറയുക, അത് പ്രചരിപ്പിക്കുക. അത് ഏത് മേഖലയിലായിരുന്നാലും ശരി, അത് ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പാടില്ല എന്നതിനെക്കാളും വിശുദ്ധ ഇസ്ലാം അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക എങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ വിജയം ലോകത്ത് സ്വർഗ്ഗം പുറത്തു. ആ ഒരു നിലയ്ക്ക് നല്ലതുമായി സഹകരിക്കുവാൻ വിശ്വാസികൾ ഒന്നാമത്തേത് പരലോക വിജയത്തിന് വേണ്ടി അല്ലാഹു പഠിപ്പിക്കുന്നതും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക. രണ്ടാമത്തേത് നല്ലതായ വാക്കുകൾ സംസാരിക്കുക. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മഹത്തായ വിജയം അവർക്ക് ലഭിക്കും. ആ ഒരു വിജയത്തിന് വേണ്ടി അധ്വാനിക്കാൻ നമ്മൾ അധ്വാനിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് അതിലൂടെ പ്രയോജനം ലഭിക്കുന്നത്. ഒരാള് അല്ലാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുമ്പോൾ അതിലൂടെ പ്രയോജനം ലഭിക്കുന്ന ആൾക്കാം ആ മനുഷ്യൻ തന്നെയാണ്. ഇനി അവൻ വഴിവെച്ച് പോവുകയാണെങ്കിലോ അതിലൂടെ പ്രയാസങ്ങൾ നേരിടേണ്ടവരും അവൻ തന്നെയാണ്. അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ നമ്മൾ തയ്യാറാണ്. പരലോക വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുവാൻ ആളുകൾ പരസ്പരം സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി ജീവിക്കേണ്ടവരാണ് മനുഷ്യരായ. എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ പരസ്പരം അക്രമങ്ങൾ പ്രവർത്തിക്കുവാനോ ചീത്ത പറയുവാനോ ഒരിക്കലും പാടില്ല. അക്രമികളെ സംബന്ധിച്ചിടത്തോളം ശാശ്വതമായ നരകമാണ് അവർക്ക് ലഭിക്കുക എന്ന് കൂടാതെ നന്മകൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മകൾ നിഷ്ഫലമായി പോവുകയും ചെയ്യുമെന്നും യഥാർത്ഥത്തിൽ പരലോക ഭവനം, പരലോക ജീവിതം, ശാശ്വതമായ സ്വർഗം ആർക്കാണ് ലഭിക്കുക എന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നത്. ആ പരലോക ഭവനം ആ ഏർപ്പാട് ചെയ്തിരിക്കുന്നത്, തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ അഭിവൃദ്ധി നയിക്കാത്ത, അതേപോലെ തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടിയാണ് നാം അത് തയ്യാറാക്കിയിരിക്കുന്നത്. മുത്തഖീങ്ങളായ ആളുകളുടെ പര്യവസാനം, അവർക്കാണ് യഥാർത്ഥമായ പര്യവസാനം ഉള്ളത് എന്ന് അപ്പൊ ദുനിയാവിലെ അക്രമങ്ങളും അനീതികളും പ്രവർത്തിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോക ഭവനം അവർക്ക് നഷ്ടമായി തീരും എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, അക്രമം ഗുരുതരമായ പാപമായിക്കൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ നിങ്ങൾ അക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താ? ഖിയാമത്ത് നാളിൽ അത് ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഇരുട്ടായിരിക്കും. ഒരുപാട് പ്രതിസന്ധികൾ അവരെ നേരിടേണ്ടി വരുമെന്നാണ് മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താ കാരണം? അവനും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മറയും ഇല്ല എന്ന് പഠിപ്പിക്കുക. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു
കൊണ്ട് യാതൊരു നിരക്കുള്ള അക്രമ പ്രവർത്തനവും ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് മഹാനായ സ്വഹാബിയായ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആക്രമിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. മക്കാനിവാസികളിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹം പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം സ്വീകരിച്ചു. അദ്ദേഹം മുസ്ലിമായി. അദ്ദേഹം മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയത്ത് അദ്ദേഹം മണ്ണിൽ കിടന്ന് പുരടുകയാണ്. മരണസമയത്ത് നിലത്ത് കിടന്ന് കരയാണ് സ്വഹാബി. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തോട് പറഞ്ഞു, അമറുബ്നുൽ അദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞു, അങ്ങേ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, താങ്കൾ സ്വർഗത്തിലാണെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ആ ഒരു സമയത്ത് പോലും തന്റെ മകനോട് പറയുന്നത് എന്തറിയോ, അതൊക്കെ ശരിയാണ്, പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഇസ്ലാം മതം ഞാൻ സ്വീകരിച്ചതിന് ശേഷം ഒരുപാട് കാലം ഞാൻ ഇപ്പോഴും ജീവിച്ചല്ലോ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തവരാണല്ലോ ഞാൻ. ഈ ഒരു വേള ഞാൻ മരിക്കുമ്പോൾ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് പിതാവ് തന്റെ മക്കളോട് പറയുന്നത്. വിശ്വാസികളെ, ഞാൻ നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഒരു വേള നമ്മൾ മരിക്കുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള, അതേപോലെ ഒരുപാട് കർത്തവ്യങ്ങളുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുമോ എന്നതിനെ കുറിച്ച് ആലോചിക്കും. മാത്രമല്ല, മറ്റുള്ളവരെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇല്ലാതെയായി തീരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അറിയുക, മനസ്സിലാക്കുക, നമുക്ക് വിജയപരാജയങ്ങൾ ഐഹികമായ ലോകത്തുണ്ടാകുന്നത് സ്വാഭാവികം. അതുകൊണ്ട് അതിന്റെ പേരിൽ ഒരാളെ ആക്രമിക്കുവാനോ അതേപോലെ തന്നെ ഉപദ്രവിക്കുവാനോ നമ്മൾ തയ്യാറാകാൻ പാടില്ല. ലക്ഷ്യങ്ങൾ റിസൾട്ടൊക്കെ വരുമ്പോൾ, പ്രകടനങ്ങൾ അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അത് നേതൃത്വം കൊടുക്കുമ്പോൾ, ആ അത്തരം പ്രവർത്തനങ്ങളിൽ അണിനിരക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഒരാളെയും നമ്മുടെ നാവ് കൊണ്ട് വിഷമിപ്പിക്കാൻ പാടില്ല. അനാവശ്യമായ വാക്കുകളും അതുപോലെ തന്നെ പ്രയോഗങ്ങൾ നടത്തുവാൻ പാടില്ല. പ്രകടനങ്ങളും മറ്റുമൊക്കെ കാണുവാൻ നമ്മുടെ ഉമ്മമാരും നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ കുട്ടികളും കാത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തെരുവാക്കുകൾ പ്രയോഗിക്കുന്ന, അസത്യങ്ങൾ പ്രയോഗിക്കുന്ന, മറ്റുള്ളവരെ ചീത്ത വിളിക്കുന്നതായ ഒരവസ്ഥ ഒരിക്കലും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഒരുപക്ഷേ സന്തോഷ പ്രകടനങ്ങൾ നമ്മൾ നടത്തിയത് വരും, അത് നമ്മൾ പങ്കുചേർന്നു എന്ന് വരും. പക്ഷേ ഒരിക്കലും തന്നെ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന, ആക്ഷേപിക്കുന്ന, വാക്ക് പറയുന്ന ആ ഒരു മുദ്രാവാക്യങ്ങളും അതേപോലെ ആ ഒരു പ്രവർത്തനവും ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കണം ഉണ്ടാവും. കൃത്യമായിക്കൊണ്ട് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കും. കാരണം ഞാൻ അടിവായിട്ട് സൂചിപ്പിക്കുന്നു, നമ്മുടേതായ, നമ്മൾ ചെയ്തതായ, നമ്മൾ അധ്വാനിച്ചതായ നമ്മുടെ നമസ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളും ഒക്കെ വാക്കിലായി പോകുന്ന സാഹചര്യം. അതുകൊണ്ട് അവർ ജന്മങ്ങളിൽ ഒരിക്കലും തന്നെ നമ്മൾ ഒട്ടുപോകാൻ പാടില്ല. നീതികളും അതുപോലത്തെ അക്രമങ്ങളും ഒരു നിരക്കും നമ്മൾ പ്രവർത്തിക്കുവാൻ പാടില്ല എന്ന് വിശ്വാസികൾ തിരിച്ചു. അങ്ങനെ യഥാർത്ഥങ്ങളായിക്കൊണ്ട് മുഅ്മിനീങ്ങളായിക്കൊണ്ട് ഐക്യമായ ലോകത്ത് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് ജീവിക്കുവാൻ ഓരോരുത്തരും തയ്യാറാവുക. കൂടുതൽ സൽക്കർമ്മങ്ങളിലൂടെ, കൂടുതൽ നന്മകളിലൂടെ മുന്നേറുവാൻ നിങ്ങൾ തയ്യാറാവുക. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുന്നു. ഒരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത്, അടുത്ത വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് അറിയിച്ചിട്ടുണ്ട്. വാർഷിക റിപ്പോർട്ട് അതേപോലെ തന്നെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക അതിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 13-ാം തീയതി ഞായറാഴ്ച 4 മണിക്ക് എക്സിക്യൂട്ടീവ് മീറ്റിംഗും ചേരുന്നുണ്ട്. 4 മണിക്കാണ് അവർ സമയത്ത് എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പ്രധാനപ്പെട്ട മെമ്പർമാരും കൃത്യമായി പങ്കെടുക്കേണ്ടത് അറിയിക്കുകയാണ്. അതോടൊപ്പം വാർഷിക മത്സരം 2020 ഉള്ളവർ ഉടനെ അത് തീർക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. നമ്മൾ മതപരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് യോഗം ചെയ്യുന്നത്. രീതിപരമായ കാര്യങ്ങളെ നടക്കുക, വിജയിപ്പിക്കുക എന്നിവ നമ്മുടെ ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഒരു അമാനത്താണ്, ആ ഒരു അമാനത്തിൽ വിളിച്ചു വരുത്താണ്, തൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, കർത്തവ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മഹലിലെ എല്ലാ ആളുകളും ആ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പ്രധാനപ്പെട്ട ആളുകളെ മെമ്പർമാരെ കൃത്യമായി പങ്കെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാവരെക്കുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള നന്മകൾ ചെയ്യുവാനുള്ള എല്ലാവരുടെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നന്മകൾ പ്രവർത്തിക്കുവാനുള്ള സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുവാനുള്ള എല്ലാവരും എല്ലാവർക്കും നമ്മുടെ സ്വാഭാവികമായ കർമ്മങ്ങളെല്ലാം നാളെ പാരമ്പര്യമായ ലോകത്തിൽ വെച്ച് സ്വീകരിക്കുകയും നമ്മെ അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും മാരകമായ രോഗങ്ങളിൽ നിന്ന് ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഏവരെയും രോഗികളായി കഴിയുന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും സഹോദരി സഹോദരൻ മാതാപിതാക്കൾ അവർക്കെല്ലാവർക്കും അവരെയും നമ്മയും ആ പാരമ്പര്യമായ ഉൾപ്പെടുത്തി إنك أنت السميع العليم وتب علينا